ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ വീഡിയോ എന്നല്ലേ, ഇന്ന് വേറെ ഒന്നുമല്ല. എൻ്റെ മോന് കഴിഞ്ഞ ഇടയ്ക്കായിട്ടൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അവനായിട്ട് അയച്ചു കൊടുത്തതാണ്. അതായത് ഫിഡ്ജറ്റ് പെന്നാണ് അതിൽ ഒരെണ്ണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടാമെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ ഈ പെന്ന് വെച്ച് എഴുതാൻ മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് ഒത്തിരി ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഇത് ഉപകാരപ്പെടും. 13 സിലിണ്ടർ ഷേപ്പുള്ള മാഗ്നറ്റുകൾ ചേർത്ത് വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഫിഡ്ജറ്റ് പെന്ന്. അതിൻ്റെ മിഡിലായിട്ട് റീഫിലുണ്ട്. അഡീഷണൽ ആയിട്ട് കുറച്ച് ബോൾസ് കൂടെ വരുന്നുണ്ട്. ഈ പെന്നിൻ്റെ എല്ലാ പാർട്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ പെന്നിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് വെച്ച് കുട്ടികൾക്ക് കളിക്കാനും ക്രിയേറ്റീവായിട്ട് ഓരോന്ന് ചെയ്ത് പഠിക്കാനും ഒക്കെ നല്ലതാണ്. ഞാൻ ആലോചിക്കുമായിരുന്നേ, നമ്മളൊക്കെ പഠിച്ചപ്പോഴാകപ്പാടെ ഒരു ഇങ്ക് പെന്നുണ്ട്. അല്ലാതെ ഞങ്ങളൊക്കെ ഞാൻ ഓർക്കുന്ന പോലുമില്ല ലെഡ് പെന്ന് വെച്ചൊക്കെ സ്കൂളിലുള്ള നോട്ട്സ് എഴുതിയതായിട്ടൊന്നും. പിന്നെ ഇപ്പം ലെഡ് പെന്നായി, മൈക്രോ ടിപ്പ് പെന്നായി, ഇതാണ്ട് ഇപ്പോൾ ഫിഡ്ജറ്റ് പെന്ന് വരെ ആയിട്ടുണ്ട്. അതായത് എഴുതാൻ മാത്രമല്ല ബാക്കി എല്ലാ പർപ്പസിനുമുള്ള പലതരം വെറൈറ്റി പെന്നുകൾ കുട്ടികൾക്കായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ ഇല്ല. നമ്മളൊക്കെ പഠിച്ചപ്പോൾ ഒരു ഹീറോ പെന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൊതിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കൊക്കെ സ്കൂൾ ലൈഫിൽ അത് കിട്ടിയിട്ടേ ഇല്ല. കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് ഒരു ഹീറോ പെന്നൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഹീറോ പെന്നിൻ്റെ ഒന്നും വില അറിയത്തില്ല. അത് അവർക്ക് ആവശ്യമില്ല. സ്കൂളിൽ എനിക്കറിയാം, വെറുതെ അത് വെച്ച് എറിഞ്ഞ് കളിക്കുക, പൊട്ടിക്കുക, ഒടിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്ന പിള്ളേർ. അവർക്ക് അതിൻ്റെ ഒന്നും വിലയില്ല. എന്നാൽ എല്ലാ കുട്ടികളും അങ്ങനെ അല്ല കേട്ടോ. നന്നായിട്ട് സൂക്ഷിക്കുന്ന കുട്ടികളും ഉണ്ട്. ആ കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മോനും ആ കൂട്ടത്തിൽ ഒരാളാണ്. ഒരു സാധനം അവന് കിട്ടിക്കഴിഞ്ഞാൽ അവനത് വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കും. പൊട്ടിക്കുകയോ വേസ്റ്റായി കളയോ ഒന്നും ചെയ്യത്തില്ല. അവന് ഉപകാരമില്ലെങ്കിലും അത് സൂക്ഷിച്ച് വെക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ മോന്. പിന്നെ കൊച്ചിലെ മുതൽ ടോയ്സ് എന്ന് പറഞ്ഞാൽ അവന് സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് ആൺപിള്ളേർക്കൊക്കെ ഈ വണ്ടികളോടൊക്കെ കൂടുതൽ താല്പര്യമായിരിക്കും. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ലോറി, കാറ്, JCB എന്നൊക്കെ പറഞ്ഞുള്ള കളിപ്പാട്ടത്തിനോടൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യമൊന്നും. പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ മോനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കളിപ്പാട്ടം കൊടുക്കുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് കളിക്കും. എന്നിട്ട് അതുകൊണ്ട് ഒതുക്കി അങ്ങ് വെക്കും. പിന്നെ അത് വെച്ച് കളിക്കുന്നതേ കാണാറില്ല. പക്ഷേ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അവന് തന്നെ ചെയ്ത് കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവമാണെങ്കിലുണ്ടല്ലോ, ഒത്തിരി കാലം വർഷങ്ങളോളം അവൻ അത് എടുത്ത് വെച്ച് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞിലെ മുതൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ ഓരോ കളിപ്പാട്ടം കൊടുക്കുകയാണെങ്കിൽ അവരുടെ മൈൻഡിൽ കൂടുതലായിട്ട് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള കഴിവ് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനത്തത് കുഞ്ഞിലേ മുതൽ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്ത് കളിപ്പിക്കാൻ ശ്രദ്ധിക്കണേ. ഈ പെന്നും അക്കൂട്ടത്തിലൊരെണ്ണമാണ് കേട്ടോ. വെറുതെ എഴുതിയിട്ട് ദൂരെ എറിഞ്ഞ് കളയുന്ന പെന്നൊന്നും അല്ല. ഇത് വെച്ച് ഒത്തിരി ക്രിയേറ്റീവായിട്ട് പിള്ളേർക്ക് ചെയ്യാനൊക്കെ കഴിയും. പമ്പരം ഉണ്ടാക്കാം, പിന്നെ പല ഷേപ്സ് ഉണ്ടാക്കാം. പിന്നെ അത് വെച്ച് തന്നെ ഒത്തിരി ഇവന് ഒത്തിരി ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ടും വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഒത്തിരി അവൻ അത് വെച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടൊക്കെയുള്ള. അപ്പോൾ ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ചിന്താശക്തി വികസിക്കാൻ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇതിൽ 2 അഡീഷണൽ ആയിട്ടുള്ള റീഫില്ലും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മൊത്തത്തിൽ 3 റീഫില്ലാണ്. അപ്പം ഒരെണ്ണം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് ഫില്ല് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേ കാലം കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല മാഗ്നറ്റിക് പവറുള്ള ഒരു സംഭവമാണ് ഇത് വെച്ച് ഇവൻ ഓരോന്ന് ചെയ്യുന്നുണ്ട്. വെറുതെ ചെയ്ത് കളിക്കുമല്ലോ കേട്ടോ. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവൻ അത് ഓരോന്ന് ചെയ്ത് ഡിഫറെൻറ്റ് ഷേപ്പ് കിട്ടുകയും ഓരോന്ന് ഡിഫറെൻ്റായിട്ട് വരികയും അത് വിജയിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഒരു മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അവൻ്റെ സന്തോഷം ഉണ്ടല്ലോ, അത് കാണുമ്പം തന്നെ നമുക്കൊരു സന്തോഷമാണ്. അവൻ്റെ ഒരു തൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ ഒത്തിരി സന്തോഷം നമുക്കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കളിപ്പാട്ടങ്ങളൊക്കെ നമ്മുടെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എനിക്കിത് വാങ്ങിച്ചു കൊടുക്കാൻ, ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇത് വാങ്ങിച്ചു കൊടുത്ത എൻ്റെ പ്രിയ സുഹൃത്തിന് ഒന്നുകൂടെ ഞാൻ നന്ദി പറയുകയാണ്. അവന് വിലപിടിപ്പുള്ള സാധനങ്ങൾ വെച്ച് കളിക്കണം അങ്ങനെയൊന്നുമില്ല. 5 രൂപയുടെ ഒരു സാധനമാണെങ്കിൽ അവന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് വെച്ച് കളിക്കാനാണ് അവന് കൂടുതൽ താല്പര്യം. എന്നാൽ 1000 രൂപയുടെ ഒരു സാധനം കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ അത് തിരിഞ്ഞ് നോക്കത്തുണ്ടാവത്തില്ല.
എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ മാൽദീവ്സിലിരുന്നപ്പോഴാണ് മോൻ്റെ ആദ്യത്തെ പിറന്നാൾ വരുന്നത്. അപ്പോൾ അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ടീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു, അവൻ ഏത് കളിപ്പാട്ടം കൊടുത്തിട്ട് ഒരു കാര്യമില്ല, പക്ഷെ അവന് ഈ ടീ ബാഗ് ഉണ്ടല്ലോ, ടീ ബാഗ് അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കളയുമല്ലോ, പക്ഷേ ഇവനുണ്ടല്ലോ ആ 1-ാം വയസ്സിലും ആ ടീ ബാഗ് എടുത്ത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു ദിവസം മുഴുവനും ആട്ടി ആട്ടി അതും കളിച്ചുകൊണ്ട് നടക്കും. അപ്പം കളിയാക്കാനായിട്ട് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പറയുമായിരുന്നു, അവൻ അമ്മയുടെ പാവാടയുടെ നാട മതി, അവന് ഫുൾ ഡേ കളിച്ചുകൊണ്ടിരിക്കുക, അവനല്ലാത്ത വേറൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു. അപ്പോൾ അവന് ഇതുപോലത്തെയാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ഇതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഇതുപോലത്തെ വെറൈറ്റി ടൈപ്പുള്ള കളിപ്പാട്ടങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ മൈൻഡിൽ കൂടുതലായിട്ട് തിങ്ക് ചെയ്യാനും ക്രിയേറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് കപ്പാസിറ്റി കിട്ടുകയും അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ കൂടുതലായിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണേ. പിന്നെ കുട്ടികളുണ്ടല്ലോ നമ്മളെക്കാട്ടിലും ഒക്കെ കൂടുതലായിട്ട് ക്രിയേറ്റീവ് മൈൻഡും പ്രത്യേക രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവും ഒക്കെ ഉള്ളവരാണ്. കണ്ട് ഈ ഒരു ഷേപ്പൊക്കെ ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടും ചിന്തിച്ചിട്ടും ഇല്ലാത്ത അവൻ അതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ ചെറുതായി പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ, പല കാര്യങ്ങളും അവരിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് കണ്ടോ, ഇത് അവൻ ആ റീഫിലിന് പുറത്തോട്ട് ഒരു നെഗറ്റീവ് പോസിറ്റീവ് സൈഡ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അത് തമ്മിൽ എന്തുവാ അട്രാക്റ്റ് ചെയ്യാതെ റിപ്പൽസായിട്ട് നിൽക്കുമല്ലോ, അപ്പോഴത്തേക്ക് അതൊരു ഡിസൈനായിട്ട് അവൻ അത് വെച്ച് കളിക്കുകയാണ്. അതൊക്കെ ഒരു വെറൈറ്റി അല്ലേ. ഇപ്പോൾ ഒരു 3 മാഗ്നറ്റ് ഇട്ട് കൊടുത്തപ്പോൾ അതൊരു സ്പ്രിങ് റിയാക്ഷൻ പോലെയാണ് അത് എഫക്റ്റ് ആവുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തൊക്കെ ടോയ്സാണ് അല്ലേ കളിക്കാൻ, നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള എന്തെല്ലാം വെറൈറ്റി ടോയ്സാണ് ഇപ്പോൾ ഓരോന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ടല്ലോ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ അമ്പലപ്പറമ്പിലും പള്ളിപ്പെരുന്നാളുകൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു പാവയുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിലുള്ള ആ ഒരു പാവ, പിന്നെ ബലൂണുകൾ, ഈ ഒരു സംഭവമൊക്കെ ആയിരുന്നു. പിന്നെ മണ്ണെണ്ണ എങ്ങാണ്ട് ഒഴിച്ച് വെള്ളത്തിനകത്ത് വിടുന്ന ചെറിയൊരു ബോട്ട്, ഇതൊക്കെയായിരുന്നു. ഇതിൽ കൂടുതൽ കളിപ്പാട്ടങ്ങളൊന്നും എനിക്ക് ഓർമ്മയെ പോലുമില്ല. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒത്തിരി ലക്കിയാന്ന് തോന്നുന്നു, ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്കൊക്കെ അന്ന് കൂട്ടുകാരുണ്ടായിരുന്നു ഒത്തിരി കളിക്കാൻ, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ ഇറങ്ങിയ ഇഷ്ടം പോലെ കുട്ടികൾ കാണും കളിക്കാനായിട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതില്ല, തീർച്ചയായിട്ടും അവരതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു ഫ്രണ്ട് പോലും ഇല്ല. വീട്ടിലാണെങ്കിലും ഒന്നിൽ കൂടുതൽ പിള്ളേർ ചില വീട്ടിലേ ഉള്ളൂ, ഒരു കൊച്ചോ 2 കൊച്ചുങ്ങളൊക്കെയാണ് ഒരു വീട്ടിലുള്ളത്. അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും വിടാറില്ല, ആരുമായിട്ട് ഒരു സഹകരണവും ഇല്ല, വീട്ടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടുകയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ വെച്ച് അവർ കളിച്ച് എൻജോയ് ചെയ്യുന്നതല്ലേ. പിന്നെ എനിക്ക് തോന്നുവാണ്, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വളവളാന്നിങ്ങനെ സംസാരിച്ച് നിങ്ങളെയൊക്കെ ബോറടിപ്പിക്കുന്നുണ്ടെന്ന്. പിന്നെ അങ്ങനെ ചെയ്യാനുള്ള കാര്യം എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ, ഈ ഒരു വീഡിയോയിൽ. അതായത് മോൻ ഈ കളിക്കുന്ന അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണം എന്നൊക്കെ പറയാൻ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തുമില്ല. അത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുപോലെ നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ട്രൈ ചെയ്യാം. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒന്നുമില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ പഴയതും പണ്ടത്തേതുമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കണ്ടോ, ഈ പമ്പരമായിട്ടുണ്ടാക്കിയത് ഒത്തിരി നേരം ഇത് കറങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ അധികം എടുത്തില്ലെങ്കിലും ഫാസ്റ്റ് ആണെങ്കിലും ഇത് ഒത്തിരി നേരം കറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പല ഷേപ്പിലുള്ള പമ്പരങ്ങൾ, ടോപ്പ് ഇതുപോലെ നമുക്ക് ഈ ഒരു ഫിഡ്ജറ്റ് പെന്നിൻ്റെ ഔട്ടർ കവർ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പെന്നുണ്ടല്ലോ, നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സിനൊക്കെ പിറന്നാളൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ. പിള്ളേർക്ക് യൂസ്ഫുള്ളും ആയിരിക്കും, പിന്നെ ക്രിയേറ്റീവായിട്ട് ഓരോന്ന് ചെയ്യാനും പറ്റും. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഇങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുത്തു നോക്കുക കേട്ടോ, തീർച്ചയായിട്ടും അവർക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.